ഇത് പ്രിൻസിപ്പാൾ ജോയ് സാറ്, ഞങ്ങളുടെ സ്പോർട്സ് വിഭാഗം മേധാവി പോൾ ചാക്കോ സാറാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ കോളേജിലെ ടഗ് ഓഫ് വാറിന്റെ കോച്ചാണ് ഇർഷാദ് കെ. മലയാളം വിഭാഗം മേധാവിയാണ് സ്വപ്ന കൊമ്പാർ. ഞങ്ങൾ ഇന്നിവിടെ പത്രസമ്മേളനത്തിൽ വന്നിരിക്കുന്നത് ഏപ്രിൽ 8 മുതൽ 11 വരെ, നാളെ മുതൽ 11 ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി വടംവലി മത്സരത്തിന്റെ ഒരു വിശദാംശങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നാളെ മുതലാണ് അത് ആരംഭിക്കുന്നത്. നാളെ ടീമുകളൊക്കെ വന്നു തുടങ്ങും. 114ഓളം യൂണിവേഴ്സിറ്റികളിൽ നിന്നായിട്ട് പുരുഷ വിഭാഗവും സ്ത്രീ വിഭാഗവും ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എല്ലാ വർഷവും നടക്കുന്ന മത്സരമാണെങ്കിലും ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്തരം ഒരു മത്സരം വേദി ഒരുങ്ങുന്നത്. അതിന് ഈ പ്രാവശ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആതിഥ്യം വഹിക്കുന്നു. അതിൽ നമ്മുടെ കോളേജ് അതിന് വേദി ഒരുക്കുന്നു. നമ്മുടെ കോളേജ് അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, നമ്മുടെ കോളേജിൽ നടത്തണമെന്ന് തീരുമാനിച്ചത് AIU അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയാണ് നമ്മളെ വേദി സജസ്റ്റ് ചെയ്ത് നമ്മളത് അംഗീകരിക്കുകയായിരുന്നു. അതിന് കാരണം കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ ലെവലിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് വടംവലി മത്സരത്തിൽ സമ്മാനം വാങ്ങിയത്. അതിൽ നല്ലൊരു വിഭാഗം കുട്ടികളും മത്സരാർത്ഥികളും നമ്മുടെ കോളേജിൽ നിന്നായിരുന്നു. ഈ ഇർഷാദ് തന്നെയായിരുന്നു ആ ടീമിൻ്റെ കോച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ കോളേജിൽ സജസ്റ്റ് ചെയ്തു, നമ്മളത് സ്വീകരിച്ചു. 114ഓളം യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ പങ്കെടുക്കാനായിട്ട് വരുന്നത്. ഓൾറെഡി വന്നു കഴിഞ്ഞു. നാളെ ആദ്യത്തെ ദിവസം ഇവരുടെ വെയിറ്റ്, ഈ മത്സരത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അറിയാം, വെയിറ്റ് നോക്കുന്ന പരിപാടിയാണ്. 9-ാം തീയതി നമുക്ക് ഇലക്ഷൻ ആയതുകൊണ്ട് അവർക്കൊരു വിശ്രമ ദിനമാണ്. 10-ാം തീയതി രാവിലെ മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. 14-ാം തീയതി അതിൻ്റെ ഫൈനലും കഴിയും എന്ന രീതിയിൽ പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിരിക്കും. 10-ാം തീയതി രാവിലെ 8 മണിക്ക് നമ്മൾ മത്സരങ്ങൾ ആരംഭിക്കും. അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് 9-ാം തീയതി വൈകിട്ട് 6:30 മണിക്ക് നമ്മൾ കോളേജിൽ ക്യാമ്പസിൽ ക്രമീകരിക്കുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള മത്സരാർത്ഥികളുടെ ഒരു മാർച്ച് ഫാസ്റ്റോട് കൂടെയാണ് ആ ഉദ്ഘാടന ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ യൂണിവേഴ്സിറ്റി വൈസ് ചെയർമാനൊക്കെ അതിനകത്ത് വരുന്നുണ്ട്, വൈസ് ചാൻസലർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ സ്പോർട്സ് മേധാവികളും മറ്റുള്ളവർ നമ്മളിപ്പോൾ പറയുന്നതായിരിക്കും. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കിട്ടിയ ഈ മത്സരം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടുള്ളൊരു കോളേജിൽ ഈ വടംവലി മത്സരം വരുന്നു. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ തെരഞ്ഞെടുക്കാൻ, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് തെരഞ്ഞെടുക്കാൻ ഉള്ള പ്രധാന കാരണം കഴിഞ്ഞ വർഷത്തെ ഖേലോ ഇന്ത്യയിലുള്ള കേരളത്തിന്റെ വിജയമാണ്. കഴിഞ്ഞ വർഷത്തെ ഖേലോ ഇന്ത്യ ടഗ് ഓഫ് വാർ മത്സരത്തിൽ നമ്മള് പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ജേതാക്കളായത് കേരളമാണ്. ഒരു കാലഘട്ടത്തില് പഞ്ചാബ്, ഹരിയാന ടീമുകളുടെ മാത്രം കുത്തകയായിരുന്ന ഈ മത്സരങ്ങൾ ഖേലോ ഇന്ത്യയിലുള്ള കഴിഞ്ഞ വർഷത്തെ കേരളത്തിന്റെ തിളക്കമാർന്ന വിജയത്തിലൂടെ വളരെയധികം ശ്രദ്ധ അതിൽ നേടാനായിട്ട് സാധിച്ചു. ഇതിൽ 14 കുട്ടികൾ, 20 പേരിലുള്ള 14 പ്ലേയേഴ്സും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ നിന്ന് ഉള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോളേജിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയും ഒരു ഓൾ ഇന്ത്യ മത്സരത്തിന് തന്നെ തെരഞ്ഞെടുത്തു. എനിക്ക് തോന്നിയെങ്കിൽ ടഗ് ഓഫ് വാർ മത്സരം ഒരു ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി മത്സരം ഒരു കലാലയത്തിൽ കോളേജിൽ നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദൗത്യം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. മത്സരാർത്ഥികളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. നാളെ മുതൽ 10 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും അതിൽ സഹായിക്കണമെന്ന് സമ്മാനം ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ക്യാഷ് പ്രൈസിന് വേണ്ടിയിട്ടുള്ള മത്സരമല്ല. ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ ജേതാക്കൾക്ക് അവർക്ക് PSC വെയിറ്റേജ് മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ ക്യാഷ് പ്രൈസ് നമുക്ക് ഒരിക്കലും ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾക്ക് വിജയികൾക്ക് കൊടുക്കാറില്ല. മറ്റുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കും, താമസം മറ്റുള്ള അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ് നമ്മൾ. പിന്നെ ഒഫീഷ്യേറ്റിങ്ങുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. 114 ടീമുകൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഏകദേശം നമ്മൾ കൺഫേം ആക്കിയിരിക്കുന്നത് 114 ടീമാണ്.
മത്സരമായിട്ട് ഇത് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിലും നാഷണൽ ലെവലിലും വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മത്സരമാണ്. പക്ഷെ കേരളത്തിന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിജയം കൈവരിക്കാൻ തുടങ്ങിയ അടുത്ത കാലഘട്ടത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചാബ് ഹരിയാന ടീമുകളാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടത് നിന്നിരുന്നത്. പക്ഷെ കേരളം ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഈ മത്സരങ്ങൾക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ തുടങ്ങിയത്. മത്സരം വളരെ വർഷങ്ങൾക്ക് മുമ്പ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ പ്രാരംഭകാലം മുതൽ തന്നെ ഈ ടഗ് ഓഫ് വാർ ഒരു അംഗീകൃത ഇവന്റ് ആയിരുന്നു. അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വ്യത്യസ്ത കിലോഗ്രാം 10 പേരാണ് ഒരു ടഗ് ഓഫ് വാർ ടീമിൽ വലിക്കുന്നത് ഉള്ളത്. അതിൽ 8 പേരാണ് അറ്റ് എ ടൈം ഒരു സമയത്ത് വലിക്കുന്നത്. ആ 8 പേർക്ക് പെൺകുട്ടികൾക്ക് 500 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം വരാൻ പാടില്ല. അതോടൊപ്പം ആൺകുട്ടികൾക്കാണെങ്കിൽ 640 കിലോ കൂടുതൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് നാളെ മുതൽ നമ്മൾ ഈ 4 ദിവസം ഈ മത്സരം നീണ്ടു നിൽക്കാനുള്ള പ്രധാന കാരണം, നാളെ രാവിലെ 10 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസം ഈ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ദിവസം കൊടുക്കുന്നു. നാളെ കഴിഞ്ഞ് 9-ാം തീയതി രാവിലെ 10 മണിയോടുകൂടി അവർക്ക് 11 മണിയോടുകൂടി അവരുടെ ശരീരഭാരം അളക്കും. അപ്പൊ ഈ ശരീരഭാരം അളക്കുമ്പോൾ പിന്നീട് അവർക്ക് വേറെ ചാൻസ് ഇല്ല. ആ ഭാരം അനുസരിച്ചായിരിക്കും പിന്നീടുള്ള മത്സരങ്ങളിൽ 10-11 ദിവസങ്ങളിൽ അവർ പങ്കെടുക്കേണ്ടത്. ഈ ശരീരഭാരം പെൺകുട്ടികൾക്ക് 500 കിലോഗ്രാമിൽ 8 പേരിൽ മത്സരിക്കുന്നവരിൽ കൂടാൻ പാടില്ല. ആൺകുട്ടികളാണെങ്കിൽ 640 കിലോഗ്രാമിൽ കൂടാൻ പാടില്ല. പിന്നീട് അവർക്ക് കറക്റ്റ് ചെയ്യാനുള്ള സാവകാശം കിട്ടുള്ളൂ. ഹൈറ്റും അതൊന്നും ഇതില്ല. അവര് വെയിറ്റ് ചെക്ക് ചെയ്ത് അവര് ചിലപ്പോ കുറെ ദിവസങ്ങളോളം ചിലപ്പോൾ അവര് ഈ ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് ആ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് അവർ വരുന്നത്. ആ മാറ്റം അനുസരിച്ച് അവർക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഈ 2 മത്സര വിഭാഗത്തിലുണ്ട്. 8 പേര് അറ്റ് ടൈം ഭരിക്കുന്നു. ആ 2 സബ്സ്റ്റിറ്റ്യൂട്ടുകൾ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഈ ശരീരഭാരത്തിൽ വരുന്ന വ്യത്യാസം അവര് ക്രമീകരിക്കാനായിട്ട്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. കുറഞ്ഞാൽ കുഴപ്പമില്ല, കൂടാതിരുന്നാൽ. അപ്പൊ ചിലപ്പോൾ 3-4 കുറഞ്ഞാൽ പോലും അതിന് മേക്കപ്പ് ചെയ്യാവുന്ന വിധത്തിലായിരിക്കും അവരുടെ ടീമിനെ കൊണ്ട് വരാൻ സാധിക്കുന്നത്. നാളെ അവർ റിപ്പോർട്ട് ചെയ്യുന്നു. നാളെ 10 മണിക്ക് എല്ലാ ടീമുകളും റിപ്പോർട്ട് ചെയ്യും. തുടർന്ന് നാളേക്ക് ഒരു റെസ്റ്റ് ഡേ ആണ്. പിന്നീട് അവരുടെ ശരീരം ഭാരം എടുക്കും. മത്സരം നമ്മൾ ഇലക്ഷൻ നടക്കുന്നതിനാൽ നമ്മൾ നേരത്തെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ 10-11 തീയതികളിലാണ് നമ്മുടെ മത്സരം നമ്മൾ സംഘടിപ്പിക്കുന്നത്. 10-ാം തീയതി 8 മണിക്ക് മത്സരമാണ്. വോട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഈ 10-ാം തീയതിയും നമ്മൾ ഈ ഗെയിം കൊടുക്കാനായിട്ട് കേരളത്തിലെ ടീമുകൾക്ക് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് കേരളത്തിലെ കുട്ടികൾക്ക് മാത്രം ഒരു അവസരം കൊടുക്കുന്നു. അവർക്ക് 10-ാം തീയതി 7:30 മുതൽ 8:30 വരെ അവർക്ക് വേണ്ടി മാത്രം അത് ഒരു ടീമിന്റെ വെയിങ് എടുക്കാൻ ഒരു 10-15 മിനിറ്റ് മതിയാവും. അവർക്ക് നമ്മൾ പ്രത്യേക സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം എല്ലാ സ്റ്റേറ്റിൽ നിന്നുണ്ട്. ഇതിൽ അസ്സാമിൽ നിന്നാണ് ഇപ്പോ ഒരു പാർട്ടിസിപ്പൻസും വരാത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് എന്താറിയില്ല, അതൊന്നും നമുക്ക് പാർട്ടിസിപ്പൻസ് ഇല്ല. അപ്പൊ നമുക്ക് അതിനൊരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ നമുക്ക് വരുന്നില്ല. അവര് അവിടെ നിന്ന് പാർട്ടിസിപ്പൻസ് ആരും തന്നെ ഇല്ല. കൾച്ചറൽ പ്രോഗ്രാം നാളെ വൈകുന്നേരം അത് നമുക്ക് അവർക്ക് വേണ്ടി മാത്രമുള്ള പ്രൈവറ്റ് സെഷനാണ്. നമ്മൾ പുറത്തുനിന്ന് ആരെയും അഡ്മിറ്റ് ചെയ്യുന്നില്ല. കാരണം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് അവരെ എന്റർടൈൻ ചെയ്യാവുന്ന കൾച്ചറൽ പ്രോഗ്രാം. നാളെ കഴിഞ്ഞ് വൈകിട്ട് 6:30 മണിക്കാണ് 6 മണിക്കാണ് ഇനാഗുറൽ സെഷൻ ആരംഭിക്കുന്നത്. മാർച്ച് പാസ്റ്റും അതോടൊപ്പം അവരുടെ ഉദ്ഘാടന സമ്മേളനവും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കലാലയത്തിലെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ശ്രദ്ധേയരായിട്ടുള്ള കലാരംഗത്ത് ശ്രദ്ധേയരായിട്ടുള്ളവരുടെ തെരഞ്ഞെടുത്ത കുറച്ച് കൾച്ചറൽ പ്രോഗ്രാം അവർക്കായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അതിൽ പുറത്തുനിന്നുള്ളവര് നമ്മൾ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. Okay, thank you.